പ്രിയം നിറഞ്ഞവരെ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ 104 ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിചിന്തന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 16, 17, 18 അധ്യായങ്ങളും, സുഭാഷിതങ്ങൾ 6 അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ ഉള്ളടക്കം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഈശോ ശിഷ്യന്മാരിൽ നിന്ന് വിടവാങ്ങുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിലെ വിടവാങ്ങൽ പ്രസംഗവും അതിനെ തുടർന്ന് ശിഷ്യന്മാർക്കുണ്ടാകുന്ന ദുഃഖവും ആ ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഈശോ ഇത് വാഗ്ദാനം ചെയ്യുന്നതും, അതിന് കാരണം ഈ ലോകത്തെ തന്നെ താൻ കീഴടക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള ആശ്വാസ വചനങ്ങളുമാണ് 16 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ ഈ വചനഭാഗത്ത് വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വ്യക്തമായ ധാരണ ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും നൽകുമെന്ന് ഇതാ വാഗ്ദാനം ചെയ്യുന്ന യേശു. ഇനി നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ശരിയായ ഒരു പാപബോധത്തിലേക്ക് നമ്മെ നയിക്കുന്നത്, നീതിയോടുകൂടി ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മൾ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് നമ്മൾ റെസ്പോൺസിബിളായി മാറണം. നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഉത്തരവാദിത്വ ബോധമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുകൂടി ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽ വരുന്ന ന്യായവിധി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ താൻ ഈ ഭൂമിയിൽ നിന്നും പോകുകയാണ്, വിടവാങ്ങുകയാണ് എന്ന് ശിഷ്യരെ അറിയിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ദുഃഖം ഈശോ വ്യക്തമായി പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും, അപ്പോൾ ആർക്കും എടുത്തു കളയാത്ത സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. പ്രിയ നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതൊരു യഥാർത്ഥ ആനന്ദത്തിലേക്ക്, ഉത്തിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആർക്കും എടുത്തു കളയാത്തൊരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് ഒരു മുൻകൂർ സൂചനയായി ഈശോ ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ്. മാത്രമല്ല, ധൈര്യത്തോടുകൂടി ക്രിസ്തുവിൻ്റെ കൽപ്പനയെ സ്വീകരിച്ച് ആ കൽപ്പനകളിൽ ജീവിക്കുവാനായിട്ട് ഈശോ ശിഷ്യരെ ഉദ്ബോധിപ്പിക്കുകയാണ്. കാരണം ഈശോ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, അതിനാൽ ധൈര്യത്തോടുകൂടി അവിടത്തേക്ക് സാക്ഷ്യം നൽകാമെന്ന് ഈശോ ശിഷ്യർക്ക് ഇതാ ആത്മധൈര്യം നൽകുന്ന വചനങ്ങളും നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടുമുട്ടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ 12 അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമല്ല ഈശോ പ്രാർത്ഥിക്കുന്നത്. വ്യക്തമായി വചനം പറയുന്നുണ്ട്, ഈ ശിഷ്യരിലൂടെ ഭാവിയിൽ ഈശോയിൽ വിശ്വസിക്കാനിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു രത്നച്ചുരുക്കം പ്രധാനമായും 5 കാര്യങ്ങളാണ്. ഒന്നാമതായി, ഐക്യത്തിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നായിരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു, അതിനാൽ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് ഈശോ പ്രാർത്ഥിക്കുന്നത് ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നാണ്. അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും തിന്മയുടെ സ്വാധീനം അവരുടെ ജീവിതത്തെ ഞെരുക്കും. ആ ഞെരുക്കത്തിൽ തളർന്നു പോകാതെ അവർ ആ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു. മൂന്നാമതായിട്ട് ഈശോ പ്രാർത്ഥിക്കുന്നത് വചനമാകുന്ന സത്യത്താൽ അവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളും വചനമാകുന്ന സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നാലാമത് ഈശോ പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്കുണ്ടായിരുന്ന ആനന്ദം, അതിൻ്റെ ആ സന്തോഷം,
അതിൻ്റെ പൂർണ്ണതയിൽ ഈശോയിൽ വിശ്വസിക്കുന്ന ശിഷ്യരെല്ലാവരും സ്വന്തമാക്കണമെന്ന് ഈശോ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണും. അഞ്ചാമതായിട്ട്, പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ തമ്പുരാൻ ആ ഈശോയുടെ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനും അതുവഴി യേശുവിൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ആ സ്നേഹത്തിൻ്റെ മൂല്യം ശിഷ്യരിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വചനഭാഗത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പിന്നീട് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ ഈ വചനത്തിൽ കണ്ടുമുട്ടുന്നു. ഈ പ്രാർത്ഥനയുടെ എല്ലാം അടിസ്ഥാനപരമായ ഉദ്ദേശ്യം ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്താണ് നിത്യജീവൻ എന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അപ്പോൾ ഈ നിത്യജീവൻ സ്വന്തമാക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം യേശുവിനെ ബന്ധിക്കുന്നതും പ്രധാന പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതും പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതും പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നതും പിലാത്തോസിൻ്റെ മുമ്പിൽ മരണത്തിനായി വിധിക്കപ്പെടുന്നതുമായ സംഭവങ്ങളാണ് 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ് ഈശോ പ്രാർത്ഥിച്ചിരുന്ന തോട്ടത്തിൽ വന്ന് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നത് നമ്മൾ ആദ്യ ഭാഗത്ത് വായിക്കും. ഉടനെ പത്രോസ് തൻ്റെ കയ്യിലിരുന്ന വാളെടുത്ത് പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി അറുത്ത് കളയുന്നുണ്ട്. യേശു പത്രോസിനോട് പറയുന്നു, വാൾ ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്നുള്ള ചോദ്യമാണ് പത്രോസിനോട് ഈശോ ചോദിക്കുന്നത്. ഈശോയെ ബന്ധിച്ച് പ്രധാന പുരോഹിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പ്രധാന പുരോഹിതൻ ജനത്തിന് വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലതാണെന്ന് ഉപദേശിച്ച ആ പ്രധാന പുരോഹിതൻ്റെ മനസ്സിലിരിപ്പ് ഈശോയെ ബന്ധിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന വചനഭാഗമാണ്. 3 തവണ തള്ളിപ്പറയുമ്പോഴും ഈ വചനഭാഗങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ള ഒരു വാക്യമാണ്. പ്രിയ നിറഞ്ഞവരെ, മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പറയുന്ന നിമിഷങ്ങളെല്ലാം തന്നെ സുഖത്തിൻ്റെ നെരിപ്പോടുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ്. പത്രോസിനും ഈ ഒരു സുഖത്തിൻ്റെ നെരിപ്പോടിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ ആത്മധൈര്യത്തോടെ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ പത്രോസിന് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലും സുഖങ്ങളുടെ നെരിപ്പോടുകൾക്ക് മുമ്പിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെയും തള്ളിപ്പറയുന്നവരായി നമ്മൾ മാറരുതെന്ന് പത്രോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് പിലാത്തോസിന് മുമ്പിൽ ഇതാ ഈശോയെ കൊണ്ടു ചെല്ലുന്നു. പിലാത്തോസ് ഈശോയെ ആ മരണവക്ത്രത്തിൽ നിന്ന്, മരണമുഖത്തിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യഹൂദരുടെയും പ്രധാന പുരോഹിതരുടെയും ശക്തമായ ആരോപണങ്ങൾ, ക്രിസ്തുവിനെതിരായ ആരോപണങ്ങൾക്ക് മുമ്പിൽ പിലാത്തോസ് പതറിപ്പോകുന്നു. ഒരു ശരിയായ തീരുമാനമെടുക്കാൻ പിലാത്തോസിന് സാധിക്കാതെ വരുന്നു. പിലാത്തോസ് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമാണ്. ഈശോയുടെ ജീവിതത്തിൻ്റെ തന്നെ ഈ ഭൂമിയിലേക്ക് എന്തിനു വേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു രത്നച്ചുരുക്കം ഈ ചോദ്യോത്തര സംഭാഷണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിലാത്തോസിനോട് ഈശോ പറയുന്നു, സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് വേണ്ടി നിലകൊള്ളാനാണ് ഞാൻ വന്നത്. പിലാത്തോസ് മറുപടിയായി ചോദിക്കുന്നു, എന്താണ് സത്യം? ഈ ചോദ്യം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഒരു വചനവും വായിക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്
ഈശോ തന്നെയാണ് സത്യം. 14-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മൾ വായിച്ചു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അപ്പോൾ സത്യം ഈശോ തന്നെയാണ്. ആ സത്യമായ ഈശോയാണ് ഇതാ സാക്ഷ്യത്തിൻ്റെ വചനമായി മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും, സാക്ഷ്യത്തിൻ്റെ വചനം ഇതാ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നു എന്നുള്ളത്. സാക്ഷ്യത്തിൻ്റെ വചനമായ സത്യം തന്നെയായ ക്രിസ്തു ഇതാ പിലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. പിലാത്തോസ് വീണ്ടും ഈശോയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ പെസഹ തിരുനാളിലും ഒരാളെ മോചിപ്പിക്കുന്ന പതിവുണ്ടല്ലോ എന്ന് യഹൂദരോടും പ്രധാന പുരോഹിതരോടും അവർ ആവശ്യപ്പെടുമ്പോൾ അവരെല്ലാവരും ഉച്ചത്തിൽ കൊള്ളക്കാരനായ ബറാബാസിനെ വിട്ടുകൊടുക്കുക, ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, ഈശോയുടെ ജീവിതത്തിൽ ഇതാ അവൻ്റെ ശബ്ദം കേട്ടവരും അവൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കിയവരെല്ലാം തന്നെ ഒരു കൊള്ളക്കാരൻ്റെ ജീവിതത്തിന് പകരമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ക്രൂശിക്കപ്പെടണമെന്ന് ഇത് ഉറക്കെ നിലവിളിക്കുന്ന, ഉറക്കെ വിളിച്ചു പറയുന്ന, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ക്രൂശിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന വചനത്തോടു കൂടിയാണ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം സമാപിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ അനുഗ്രഹവും നന്മകളും എല്ലാം സ്വന്തമാക്കിയിട്ട് നമ്മൾ തിന്മയുടെ വഴിയിലൂടെ ചരിക്കുമ്പോൾ തിരിച്ചറിയുക, നന്മയുടെ പാതയിൽ നിന്നും ഇടറി മാറുമ്പോൾ തിരിച്ചറിയുക, ഞാൻ ഇതാ ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തിന്മകളാൽ, എൻ്റെ പാപങ്ങളാൽ അവനെ ഞാൻ ആഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുന്തം കൊണ്ട് കുത്തിയിറക്കുന്നവൻ്റെ തിരുവിലാവിൽ കുത്തിയിറക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്ത, ഒരാശയം നമ്മുടെ ഉള്ളിൽ തിന്മയുടെ വഴികളിൽ നിന്ന് മാറി നന്മയുടെ പാതയിലൂടെ ചരിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന, ക്രിസ്തു മൂല്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരാക്കി നമ്മെ മാറ്റട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടൻ്റെ തകർച്ചയെക്കുറിച്ച് വിവരിക്കുന്നു. അനൈക്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നവനാണ് ദുഷ്ടൻ. അവൻ ഹൃദയത്തിൽ തിന്മ ചിന്തിച്ച്, അവൻ വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. അതുമൂലം പെട്ടെന്ന് അവൻ്റെ മേൽ അത്യാഹിതം കടന്നു വരുമെന്ന് സുഭാഷിതങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ദുഷ്ടതയുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തെ വിമുക്തമാക്കുക, അങ്ങനെ ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മോചിപ്പിക്കുക എന്നുള്ള സന്ദേശം സുഭാഷിത ഭാഗം നമുക്ക് നൽകുന്നു. ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിനു ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലേ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ
അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്നും സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവന്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്നും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീടൊരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല, കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നുമില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോടുകൂടിയുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്.
ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞതിനു ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോകസൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു. അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ അവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിലാരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടെ നിന്നെടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്കു വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്കു വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങ് അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോട് കൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല. എന്നാൽ
ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. ഇത് പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരുടെ കൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെയെത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലമറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ അവിടെ സമ്മേളിക്കാറുണ്ടായിരുന്നു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസറായനായ യേശുവിനെ. അത് ഞാനാണ്. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോട് കൂടി ഉണ്ടായിരുന്നു. ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരന്വേഷിക്കുന്നു? നസറായനായ യേശുവിനെ. ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത്. ശിമയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതന്റെ ഭൃത്യനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യന്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ചു ബന്ധിച്ചു. അവർ അവനെ ആദ്യം അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. കാരണം അവൻ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസിന്റെ അമ്മായിയപ്പനായിരുന്നു. ജനങ്ങൾക്കു വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമാണെന്ന് യഹൂദരെ ഉപദേശിച്ചത് കയ്യഫാസാണ്. ശിമയോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുഗമിച്ചിരുന്നു. ആ ശിഷ്യനെ പ്രധാന ആചാര്യന് പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോട് കൂടെ പ്രധാന പുരോഹിതന്റെ കൊട്ടാരമുറ്റത്ത് പ്രവേശിച്ചു. പത്രോസാകട്ടെ പുറത്തു വാതുക്കൽ നിന്നു. അതിനാൽ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ പരിചാരിക പത്രോസിനോട് ചോദിച്ചു, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല. തണുപ്പായിരുന്നതിനാൽ ഭൃത്യരും സേവകരും തീ കായുകയായിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പ്രധാന പുരോഹിതൻ യേശുവിനെ അവന്റെ ശിഷ്യരെയും പ്രബോധനത്തെയും കുറിച്ച് ചോദ്യം ചെയ്തു. യേശു മറുപടി പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. എല്ലാ യഹൂദരും ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് എപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിക്കുന്നതെന്തിന്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. അവനിത് പറഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്ന സേവകന്മാരിൽ ഒരുവൻ, ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടിച്ചു. യേശു അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക. ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിനു നീ എന്നെ അടിക്കുന്നു? അപ്പോൾ അന്നാസ് യേശുവിനെ ബന്ധിച്ച് കയ്യഫാസിന്റെ അടുക്കിലേക്ക് അയച്ചു. ശിമയോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല. പ്രധാന പുരോഹിതന്റെ ഭൃത്യരിൽ ഒരുവനും പത്രോസ് ചെവി ഛേദിച്ചവന്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോടുകൂടെ തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും തള്ളിപ്പറഞ്ഞു. ഉടനെ കോഴി കൂവി. യേശുവിനെ അവർ കയ്യഫാസിന്റെ അടുത്തു നിന്നും പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുലർച്ചെയായിരുന്നു. അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുക്കൽ വന്ന് ചോദിച്ചു, ഈ മനുഷ്യനെതിരെ എന്താരോപണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്?
ഇവൻ തിന്മ പ്രവർത്തിക്കുന്നവനല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ നിനക്കേൽപ്പിച്ച് തരികയില്ലായിരുന്നു. നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിധിച്ചുകൊള്ളുക. ആരെയും വധിക്കുന്നതിന് നിയമം ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഏതു വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാനിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ നീ രാജാവാണ് അല്ലേ? നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. എന്നാൽ പെസഹ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനായി വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. അതിനാൽ യഹൂദരുടെ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരട്ടെയോ? ഈ മനുഷ്യനെയല്ല, ബറാബാസിനെ. ബറാബാസ് കൊള്ളക്കാരനായിരുന്നു. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും.